ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരിയൊന്നും അരയ്ക്കുന്നില്ല, അരിപ്പൊടി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ 1.5 മണിക്കൂറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല നാടൻ ചിക്കൻ കറിയാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടി നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ല, അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്. 240 ml കപ്പിന് 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നല്ലപോലെ കലക്കിയെടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കലക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി 2 ടീസ്പൂൺ പഞ്ചസാര എടുക്കാം. വെളിച്ചെണ്ണ, അതാണ് ഏറ്റവും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് കപ്പി കാച്ചണം. അതിന് വേണ്ടി ഞാൻ 1/4 കപ്പ് അരിപ്പൊടി എടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഇതിനെ കുറുക്കിയെടുക്കുന്നുണ്ട്. നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മിക്സ് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കപ്പി കാച്ചാൻ വെച്ചിട്ടുള്ളത് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഞാൻ നേരത്തെ മാവ് കലക്കിയ ബൗളിലോട്ടൊന്ന് വെക്കുവാണ്. ഒത്തിരി ചൂട് പോകണ്ട, ലേശം ചൂട് നമുക്ക് ആവശ്യമുണ്ടാകും. പിന്നെ കൂടുതൽ ചൂട് മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അതിനകത്തോട്ട് ഒന്ന് ഇളക്കുവാണ്. അതിനുശേഷം അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ മിക്സിലോട്ട് ആഡ് ചെയ്ത് വന്നു. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെയും വെളിച്ചെണ്ണയുടെയും കൂടി മിക്സും കൂടി ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഇതിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരി ആയതുകൊണ്ട് 1/2 കപ്പ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പത്തിൻ്റെ പാകത്തിനാണല്ലോ അരച്ചെടുക്കുന്നതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ. കണ്ടോ, ഈ രീതിയിൽ നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കപ്പി കാഴ്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടി വേണം ചേർത്ത് കൊടുക്കാൻ, എന്നാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് റെഡിയായി വരുള്ളൂ. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ആ സമയത്ത് ഈ മാവ് അടച്ചു വെച്ച് മാവ് പൊങ്ങാനായിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി മാരിനേറ്റ് ചെയ്തതാണ്. ഉപ്പും മസാലപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടിയാണ് ഇത് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസുകൾ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. ഒത്തിരി വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തത് കൊണ്ട് 2-3 പാർട്ടായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സവോള സ്ലൈസ് ചെയ്തത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവോള നമുക്ക് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കേണ്ടതാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ട് പകുതിയായിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റാം. ഞാൻ 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്ത് മുളക് പൊടി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് വേറെ ചേർക്കുന്നില്ല. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് മാരിനേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ചെറിയ കപ്പിന് 1 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാൻ വെക്കണം. കൂടെ ഒരു അരിഞ്ഞ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വെന്ത് യോജിച്ച് വരുന്നവരെ വേണം അടച്ചു വെക്കാനായിട്ട്. ഒത്തിരി വേവൊന്നുമില്ല, നമ്മൾ ചിക്കൻ ഓൾറെഡി വറുത്തതായതുകൊണ്ട് തന്നെ മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 2ാം പാല് ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത കറിയാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 3/4 കപ്പ് പാലുണ്ട്. ആവശ്യത്തിന് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഈ 2ാം പാലും ഈ ചിക്കൻ മസാലയും കൂടി ഒന്ന് തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് കറി റെഡിയാകുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് 1ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാവും. നമ്മുടെ കറി റെഡിയാണ്. ഇനി കടി ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതേ കാസറോൾ തുറന്ന് അപ്പത്തിൻ്റെ മാവ് നോക്കിയപ്പോൾ കണ്ടോ, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നല്ല രീതിയിൽ മാവ് പൊങ്ങി വന്നിരിക്കുന്നത്.
ആ മാവ് കണ്ടോ, മാവിൻ്റെ ടെക്സ്ചർ കണ്ടോ, ഒഴിക്കുന്ന വെള്ളം ഒന്നും കൂടി പോകാൻ പാടില്ല. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. നേരത്തെ ഉപ്പിടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഞാൻ ലാസ്റ്റായി പോയി ഉപ്പിട്ടത്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ടോളുക. കണ്ടോ, ഈ രീതിയിൽ നല്ല സൂപ്പറായിട്ടുള്ള അപ്പമാണ് കിട്ടുന്നത്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെളിച്ചെണ്ണയൊക്കെ ചേർത്തത് കൊണ്ട് അപ്പത്തിൻ്റെ ആ ഒരു പുറത്തെ ആ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ, അത്ര നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ അരിയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. സെൻറ്റർ നല്ല സോഫ്റ്റാണ്, അരി നല്ല മുരിഞ്ഞുമാണ് ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഈ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ഏകദേശം ഇപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് അപ്പം അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 1-2 കാര്യങ്ങൾ നമ്മൾ ടിപ്സിൽ ഓർത്തിരുന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി പൊങ്ങി കിട്ടുന്നതായിരിക്കും. സോഫ്റ്റ്നെസ്സിന് വേണ്ടി നമ്മൾ ആ വെളിച്ചെണ്ണയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തത് നല്ലൊരു ടിപ്പാണ്. അതുപോലെ തന്നെ പൊങ്ങി വരാനായിട്ട് കാസറോൾ ഉപയോഗിച്ചതും ചെറിയ ചൂടുള്ള കപ്പി കാച്ചിയത് ഉപയോഗിച്ചതുമാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടിപ്സുകൾ. ഇപ്പം നമ്മുടെ സോഫ്റ്റായിട്ടുള്ള അപ്പവും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാണ്. നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ്, തേങ്ങാപ്പാലൊഴിച്ച് വറുത്തിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല രുചിയാണ്. ഇനി നമ്മുടെ കറിയും അപ്പവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. നമുക്ക് ചിക്കൻ കറിക്ക് പകരം ഇന്നത്തെ കടലക്കറിയോ വെജിറ്റബിൾ സ്റ്റൂവോ ഒക്കെ ഉപയോഗിക്കാം, മുട്ടക്കറിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.